സയൻസ് അക്കാദമിയുടെ MLT ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഘടനയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. Human body is a very complex structure having multiple organs and performing numerous functions simultaneously. ഒന്നിലധികം ഓർഗൻസ് ഒരേ സമയത്ത് ഒരുപാട് ഫങ്ഷൻസ് വഹിക്കുന്നുണ്ട് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ. അപ്പം ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ, സങ്കീർണമായ ഒരു ഘടനയാണ്. അതിന് എന്തുണ്ട്? ഒന്നിലധികം മൾട്ടിപ്പിൾ ഓർഗൻസ്, ഒന്നിലധികം ഓർഗൻസ് ഉണ്ട്. അത് ഒരേ സമയത്ത് ഒന്നിലധികം ഫങ്ഷൻസ് നിർവഹിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കുറിച്ച് ടേംസ് നോക്കാം. സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റം. ഇത് ഇത്രയും ചേരുമ്പോഴാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് സെൽസ്. ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് സ്മാളർ യൂണിറ്റ്സ് കോൾഡ് സെൽസ്. സെൽസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മാളർ യൂണിറ്റ്സ്, മില്യൺസ് ഓഫ് സ്മാളർ യൂണിറ്റ്സ്, ദശലക്ഷക്കണക്കിന് ചെറിയ ചെറിയ യൂണിറ്റ്സുകൾ ചേർന്നിട്ടാണ് നമ്മൾക്ക് ഒരു സെൽസ് ഫോം ചെയ്യുന്നത്. വേറെ ഒന്നെന്ന് പറയുമ്പോൾ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷണൽ ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ് സെൽസ്. നെക്സ്റ്റ് ടിഷ്യൂസ്. Cells having similar structure and function are grouped together to form tissues. ഒരേ ഫങ്ഷൻസും ഒരേ സ്ട്രക്ചേഴ്സും ഉള്ള സെൽസുകൾ ചേർന്നിട്ട് നമുക്ക് ടിഷ്യൂസ് ഉണ്ടാകുന്നു. ഇനി ടിഷ്യൂസ് ഒരേ ഫങ്ഷൻസ് വഹിക്കുന്ന ആ ടിഷ്യൂസുകൾ ചേർന്ന് ഒരുപാട് ടിഷ്യൂസുകൾ ചേർന്നിട്ട് നമുക്ക് ഓർഗൻസ് ഉണ്ടാകും. ഇനി ഈ ഓർഗൻസുകൾ ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ചെറിയ ചെറിയ യൂണിറ്റ്സുകൾ കൊണ്ടാണ്. ആ യൂണിറ്റ്സിന് പറയുന്ന പേരാണ് സെൽസ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും സെൽസുകൾ ഒരേ ഫങ്ഷൻസ് നിർവഹിക്കുന്ന സെൽസുകൾ ചേർന്നിട്ട് ടിഷ്യൂസ് ഉണ്ടാകുന്നു. സെൽസ് ഹാവിംഗ് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ഫോർ ടിഷ്യൂസ്. ദെൻ ഓർഗൻസ് ടിഷ്യൂസ് തേർഡ് മേക്കപ്പ് ഡിഫറെന്റ് ഓർഗൻസ്. ടിഷ്യൂസ് ചേർന്നിട്ട് ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ടാകുന്നു. ഈ ഡിഫറെന്റ് ഓർഗൻസ് ചേർന്നിട്ട് നമുക്ക് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. എന്താണ് സെൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെ ടൈപ്പ് ടിഷ്യൂസ് ഉണ്ടെന്ന് നോക്കണം. നമ്മുടെ ഓർഗൻസ്, അതിന്റെ ഫങ്ഷൻസ്, ഓർഗൻ സിസ്റ്റത്തിൽ എന്താണ് വരുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് സെൽസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. സെൽസ് ഈസ് ദി ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നാണ് നമ്മൾ സെൽസിനെ പറയുന്നത്. ദേ ഡിഫർ ഇൻ ദെയർ സൈസ് ആൻഡ് ഷേപ്പ് അക്കോർഡിംഗ് ടു ദെയർ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ. ഈ സെൽസ് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനും അതിന്റെ ഫങ്ഷനും അനുസരിച്ചിട്ട് അതിന്റെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. സൈസ് 5 to 50 മൈക്രോമീറ്റർ വരെ ഡിഫറെന്റ് ആയിരിക്കും. They need food, water, oxygen to live and function. സെൽസിന് അതിന്റെ ജീവനും ഫങ്ഷനും ഒക്കെ ആവശ്യമായിട്ടുള്ള വാട്ടറും ഫുഡും ഓക്സിജനും എല്ലാം സെൽസിനും ആവശ്യമാണ്. അത് ആൾസോ പ്രൊഡ്യൂസ് വേസ്റ്റ് പ്രോഡക്ട്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. അതിന്റെ വേസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെറ്റബോളിക് റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത് നമ്മളുടെ സെൽസിനകത്ത് വെച്ചിട്ടാണ്. മെറ്റബോളിക് റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദം. Then all cells have a basic structure. എല്ലാ സെൽസിനും ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് അടുത്ത് പറയുന്ന ആ സെൽസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് സെൽസിന്റെ സ്ട്രക്ചർ നോക്കാം. ഇതാണ് സെല്ലിന്റെ സ്ട്രക്ചർ. എല്ലാ സെൽസിനും ഒരേ സ്ട്രക്ചർ തന്നെയായിരിക്കും. ഇതാണ് സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഓരോ പാർട്സിനെ കുറിച്ചിട്ടും നോക്കാം. നമ്മുടെ ഈ സെൽസിന് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ആ ഔട്ടർ കവറിങ്ങിനെ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ്സ് ദ പാസേജ് ഓഫ് മെറ്റീരിയൽസ്. നമ്മളുടെ സെല്ലിന് അകത്തുനിന്ന് പുറത്തോട്ടുള്ളതും പുറത്തുനിന്ന് അകത്തോട്ടുള്ളതും മെറ്റീരിയൽസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാസേജിനെ ഈ ഔട്ടർ കവറിങ് നമ്മുടെ സെൽ മെംബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ലിവിങ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ലിവിങ് ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസത്തിനകത്ത് നമ്മുടെ സെല്ലിന്റെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും എല്ലാം ഉൾപ്പെടുന്നുണ്ട്.
cells having outer cell covering called cell membrane. Living fluid protoplasm. ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് നമ്മുടെ സെൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി സെൽ. ഇറ്റ് കൺട്രോൾസ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി സെൽസ്. നമ്മളുടെ സെൽസിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. The nucleus contains chromosomes which carry genes. ഈ ന്യൂക്ലിയസ്, നമ്മളുടെ ഈ ന്യൂക്ലിയസിനകത്താണ് ക്രോമസോംസ് ഉള്ളത്. ക്രോമസോംസ് ജീനിനെ ക്യാരി ചെയ്യുന്നു. ഇത് നോക്കാം. സെൽസിന്റെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേര് സെൽ മെംബ്രെയിൻ. സെൽസ് ഹാവിങ് ഔട്ടർ കവറിംഗ് കോൾഡ് സെൽ മെംബ്രെയിൻ. ഇറ്റ് കൺട്രോൾസ്, ഇറ്റ് റെഗുലേറ്റ്സ് ദ പാസേജ് ഓഫ് മെറ്റീരിയൽസ്. സെൽസിനകത്തുനിന്ന് പുറത്തോട്ടുള്ളതും പുറത്തുനിന്ന് അകത്തോട്ടുമുള്ള മെറ്റീരിയൽസിന്റെ പാസേജസിനെ നമ്മുടെ സെൽ മെംബ്രെയിൻ റെഗുലേറ്റ് ചെയ്യുന്നു. സെൽസ് ഹാവിങ് ലിവിംഗ് ഫ്ലൂയിഡ് കോൾഡ് പ്രോട്ടോപ്ലാസം. Nucleus is the important part of the cell. It controls all activities of the cell. നമ്മുടെ സെൽസിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ന്യൂക്ലിയസ് ആണ്. സെൽസിന്റെ ന്യൂക്ലിയസ് ആണ്. Nucleus contains chromosomes which carry genes. ന്യൂക്ലിയസിൽ ക്രോമസോംസ് ഉണ്ട്. ഈ ക്രോമസോംസ് ജീൻസിനെ ക്യാരി ചെയ്യുന്നു. ഈ ജീൻസ്, ഈ ക്രോമസോംസും ജീൻസ് ക്യാരി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽസിന്റെ ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ സ്വഭാവത്തെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഈ ക്രോമസോംസും ജീൻസും ആണ്. ഈ ഹ്യൂമൻ ബോഡിയിൽ, നമ്മളൊരു ഹ്യൂമൻ ബോഡിയിൽ 46 ക്രോമസോംസ് കാണപ്പെടുന്നുണ്ട്. ഇതാണ് സെൽ മെംബ്രെയിൻ. ഔട്ടർ കവറിംഗ്, സെൽസ് ഹാവിങ് ഔട്ടർ കവറിംഗ് കോൾഡ് സെൽ മെംബ്രെയിൻ. ഉള്ളിൽ ഇൻഡൻസ് ഫ്ലൂയിഡ് ഉണ്ട്. അതിന്റെ പേരാണ് പ്രോട്ടോപ്ലാസം. ആൻഡ് ന്യൂക്ലിയസ് ഹാവിങ് ക്രോമസോം വിച്ച് ക്യാരി ജീൻസ്. അടുത്ത നമുക്ക് സൈറ്റോപ്ലാസത്തിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കാം. സൈറ്റോപ്ലാസത്തിനകത്ത് ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസും ഉണ്ട്, നോൺ ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസും ഉണ്ട്. ഇതിൽ സ്ട്രക്ചറൽ കമ്പോണൻസിനകത്ത് വരുന്നതാണ് നമ്മളുടെ ഈ മൈറ്റോകോൺട്രിയ. കാണുന്നതാണ് മൈറ്റോകോൺട്രിയോ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ് ആൻഡ് സെൻട്രിയോൾസ്. ലൈസോസോം, സെൻട്രിയോൾസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഇതെല്ലാം സൈറ്റോപ്ലാസത്തിനകത്തുള്ള ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ്. ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസ് ഇറ്റ് ഹാവ് എ ഡെഫിനിറ്റ് ഫംഗ്ഷൻ. നമ്മുടെ ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസിനെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, സെൻട്രിയോൾസ്, ഇതിനെല്ലാം തന്നെ ഒരു ഡെഫിനിറ്റ് ഫംഗ്ഷൻസും ഉണ്ട്. അടുത്ത നോൺ ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻക്ലൂഷൻ ബോഡീസ്. നോൺ ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസിനെ നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നു. നോൺ ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസിനെ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നു. ആ ഇൻക്ലൂഷൻ ബോഡിക്കകത്ത് ഉൾപ്പെടുന്നതാണ് പിഗ്മെന്റ്, സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ് എക്സെട്ര. പിഗ്മെന്റും സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസും എല്ലാം നോൺ ലിവിംഗ് സ്ട്രക്ചറൽ കമ്പോണൻസിനകത്ത് ഉൾപ്പെടുന്നതാണ്. എന്താണ് സൈറ്റോപ്ലാസം having living structural components called organelles. It have a definite function and included mitochondria, endoplasmic reticulum, lysosome, Golgi bodies, centrioles, etc. Then non-living structures called inclusion bodies and a pigment and stored materials, no stored food materials. Different activities of cell include നമ്മുടെ സെൽസിന്റെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഓഫ് സെൽ ഇൻക്ലൂഡ് റെസ്പിറേഷൻ, ഇൻജക്ഷൻ, റീപ്രൊഡക്ഷൻ എക്സെട്ര. നമ്മുടെ റെസ്പിറേഷനും ഇൻജക്ഷനും റീപ്രൊഡക്ഷനും തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും സെൽ ചെയ്യുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റഡി ഓഫ് സെൽസിനെ കുറിച്ചുള്ള സ്റ്റഡീനെ നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോളജി. സൈറ്റോളജി ഈസ് ദി study of cells called cytology. സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഏകദേശം നമ്മുടെ സെൽസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് പറഞ്ഞു സെൽസിന് ഹാവ് ഔട്ടർ സെൽ മെംബ്രെയിൻ കോൾഡ് ഔട്ടർ സെൽ കവറിംഗ് കോൾഡ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനകത്ത്
ഫ്ലൂയിഡ് ഉണ്ട്, ഡെൻസ് ഫ്ലൂയിഡ് ഉണ്ട്. ഫ്ലൂയിഡ് എന്ന് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സൈറ്റോപ്ലാസം ന്യൂക്ലിയസും ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നു. അതിനുള്ള സൈറ്റോപ്ലാസത്തിനകത്ത് നോൺ ലിവിങ് സ്ട്രക്ചറൽ കമ്പോണൻസും ഉണ്ട്, ലിവിങ് സ്ട്രക്ചറൽ കമ്പോണൻസും ഉണ്ട്. ലിവിങ് സ്ട്രക്ചറൽ കമ്പോണൻസിനെ നമ്മൾ ഓർഗനലൈസ് എന്ന് പറയുന്നു. ഓർഗനലൈസിന് ഡെഫിനിറ്റ് ഫംഗ്ഷൻ include mitochondria, endoplasmic reticulum, Golgi complex, lysosomes, embryos, etc. Then non-living structures called the inclusion bodies. Inclusion bodies in the pigment and stored food materials. Then different activities of cell include respiration, ingestion, and reproduction, etc. Then study of cell is called the cytology. സെല്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്.